ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പോണത് അല്ലിങ്കാണ്. ഓ സീനാക്കുണ്ട്. സോ നമ്മൾ ഇന്ന് പോണത് അല്ലിങ്കാണ്. അല്ലിയിൽ പോയിട്ട് നമുക്ക് നമ്മളെ അമ്മോനുണ്ട്, അമ്മോനെ കാണാനുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് എന്താ അറിയില്ല. സോ നമ്മളെ പോയതിനു ശേഷം എന്താ ഏതാ കാണാൻ നമ്മൾ മുൻകൂട്ടി ഒന്നും പറഞ്ഞില്ല, ഒക്കെ പാളലാണ്. സോ നമ്മൾ മുൻകൂട്ടൊന്നും പറഞ്ഞില്ല. സോ ഇന്നത്തെ ഔട്ട്ഫിറ്റ് പർദ്ദയാണ്, എല്ലാവരും പർദ്ദയാണ്. സോ കാണാം, ബൈ. നമ്മൾ ഫുഡൊന്നും കഴിക്കാണ്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ആദ്യം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലൊരു അടിപൊളി മന്തി കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് എന്നിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ കുറേ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഫുഡ് പെട്ടെന്ന് കിട്ടി. ഒരു സൂപ്പൊക്കെ കുടിച്ച് ഒന്നിരുന്നേക്കാൻ അപ്പം തന്നെ കിട്ടിട്ടോ. അങ്ങനെ നല്ല അടിപൊളി മന്തി കിട്ടി. ഞാൻ വെയിറ്റിങ് അതിന് ശേഷമുള്ള ഈ ലുക്ക് അതിന് വേണ്ടിയിട്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, വയലിട്ടതേ ഓർമ്മയുള്ളൂ. നല്ല ചൂടായിരുന്നു. ഇപ്രാവശ്യം ലൈറ്റ് സെറപ്പ് കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ. അടിപൊളിയായിരുന്നു. പിന്നെ പാർക്കിംഗ് കുറച്ച് അപ്പുറത്തായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോണ ടൈമിലാണ്, അങ്ങനെ അങ്ങോട്ട് പോണ സമയത്താണ് നമുക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നത്. തലേ ദിവസം ഷോപ്പിൽ വെച്ചിട്ട് ഒരു കൂപ്പൺ എഴുതിയിട്ടിങ്ങനെ പ്രൈസ് അടിച്ചു എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയി. 4 പ്രൈസായിരുന്നു അടിച്ചിരുന്നത്. വെർട്ടെക്സ് ഹോളിഡേയ്സിൻ്റെ ആയിരുന്നു. നല്ല അടിപൊളി സംഭവം. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. ഞങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പോകാൻ തിരക്കാം. അങ്ങോട്ട് അബുദാബിയിൽ നിന്ന് ഏകദേശം അങ്ങോട്ട് 2 മണിക്കൂറൊക്കെ ഉണ്ടാവും യാത്ര. അങ്ങനെ അങ്ങോട്ട് പോകണം. ഞങ്ങൾ അതിൻ്റെ തിരക്കിലും ബേജാറിലായിരുന്നു. അങ്ങനെ നേരെ അവിടെ നിന്ന് വണ്ടി എടുത്തു, നേരെ അല്ലെങ്കിൽ വിട്ട് ഈ ഏരിയ കാണുമ്പോൾ ശരിക്കും ആട് ജീവിതത്തെ പോലെ തോന്നുട്ടോ. ആൻഡ് ഹിയർ ഞങ്ങൾ പെട്രോൾ പമ്പിൽ നിർത്തിയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു. ഞാൻ ഈ ചെറിയൊരു കുനാഫ, പിസ്താഷ്യോ കുനാഫ, അതേപോലെ കിക്കാറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അല്ലയും വരെ ഇരിക്കാനുള്ളതല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണ്ടേ. അങ്ങനെ അല്ലയിനൊക്കെ എത്തിയപ്പോൾ തന്നെ ഏകദേശം രാത്രി ആയി. കാരണം 2 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ലൈറ്റ് ആയല്ലോ. അതിനിടയിലാണ് പ്രൈസ്. അവിടെ പോയി കുറേ ടൈമല്ലോ. അങ്ങനെ ഞങ്ങൾ നൈറ്റായി അവിടെ എത്തിയപ്പോൾ. ഞങ്ങൾ നേരെ പോണത് അമ്മോൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് എവിടെയെന്നും അറിയില്ല. സോ റൂമൊക്കെ മാറിയുണ്ട്. സോ ഞങ്ങൾ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അമ്മോൻ്റെ അടുത്തേക്ക്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ കണ്ടുമുട്ടി. കുറച്ച് കാലത്തിന് ശേഷമൊക്കെ കണ്ടത്. അങ്ങനെ അമ്മോനെ കണ്ട് ഞങ്ങൾ അമ്മോനെയും കുട്ടി നേരെ ജബൽ ഹഫീത്ത് പോയി. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇവിടുന്ന് കാണുന്ന അടിപൊളി. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് പോയിട്ട് കുറച്ചായി. ലൈക്ക് can be tough, let their hearts be the guide. When they love themselves, they'll shine from inside. As a parent, the path isn't. Hi guys, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജബൽ ഹഫീത്തിലാണ്. നമ്മളിങ്ങോട്ട് കുറച്ചായി വന്നിട്ട്. ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ അങ്ങോട്ട് വരുന്നത്. അടിപൊളി. ഇപ്പോൾ ഇവിടെ ആൾക്കാർ കുറവാണ്. ആൻഡ് എന്താ പറയുക, ഇവിടെ എന്തൊക്കെയോ ക്യാമറ റൈഡൊക്കെ ഉണ്ടായിരുന്നു. താഴെ പാർക്കിന് നല്ല അടിപൊളി കാറ്റ് എല്ലാം ഉണ്ട്. സെറ്റാട്ടോ. സോ ഞങ്ങൾ കണ്ടിട്ട് തോന്നുന്നേ. ലുക്ക് ഇവിടെ എന്തൊരു കാറ്റില്ലേ. ഇത് ആ മല അടിച്ചാൽ അല്ലെങ്കിൽ കോട്ടക്കുന്നാണ് എഴുതുപോയി. ആ കോട്ടക്കുന്നില്ല അതേമാതിരിയാണ്.
ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് ആരോ കാര്യമായിട്ട് തിരഞ്ഞു നോക്കുകയാണെന്ന് ഒന്നല്ല, അൺഎക്സ്പെക്റ്റഡ് പറയില്ല, അതാണിത് സംഭവം. പിന്നെ ഇവർ പിന്നെ കുറച്ച് കാലത്തിന് ശേഷം കാണേണ്ട ആ ഒരു ഇതാണിത്. അങ്ങനെ ഇവിടെ നമുക്ക് നൈറ്റ് ഫുഡൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ മതിയെന്ന്. കാരണം നമ്മൾ സാധാരണ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ആൾക്കാരുണ്ടാവും, ഇന്നലെ കുറച്ച് കുറവാണ് സംഭവം. നമുക്ക് ഫുഡൊക്കെ വെക്കാൻ പറ്റും, നല്ല അടിപൊളി വൈബ് ഏരിയ ആണ്. ഞാൻ പിന്നെ ഫസ്റ്റ് വ്ളോഗാണ് അല്ലേനെ കുറിച്ച്, അതിന് ഇത്ര കഴിപ്പെടുത്ത് പറയുന്നത്. കാരണം ഇതിന് മുന്നേ നമ്മളൊന്നും ഉണ്ടല്ലോ. ഇതാണ് ഞങ്ങളെ ചെറിയ അമ്മോന്. പ്രൊഫൈലൊക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാറ്റൊക്കെ? ഏറ്റവും കൂടുതൽ കാറ്റുള്ള ഏരിയയാണ് നമ്മുടെ തവളപ്പൊട്ടില്ലേ, അതിനെടുത്ത് എന്ത് ഫിഷാണ് എന്നൊക്കെ പറഞ്ഞു അറിയില്ല. ഞങ്ങള് നോക്കിങ്ങളി എന്നൊക്കെ പറഞ്ഞാണ്ട് തവളപ്പൊട്ടിൽ വാൽമാർക്കാണ്. നല്ല കാറ്റാണ്. മുഹമ്മദ് കാറ്റിനോട് വിട്ട് കളിയില്ല. തൊപ്പി ഗ്ലാസ് വെച്ചാ കാറ്റിന് കളിയാ. ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. എന്തായാലും ഇവിടുന്ന് എന്തായാലും ഇറങ്ങണം. നെക്സ്റ്റ് പ്ലാനിങ് ഭോജനം. മുഹമ്മദ് എങ്ങനെയുണ്ട് ഇവിടെ? നെഗറ്റീവ്. അപ്പൊ ഞങ്ങള് പോവാണ്, തിരിച്ചു പോവാണ്, ഇവിടുന്ന് ഇറങ്ങാണ്. ഇറങ്ങുമ്പോൾ ഇവിടെ തന്നെ കയറാം. ഞങ്ങൾ ഇറങ്ങുക കേട്ടോ ഗൈസ്, ഞങ്ങൾ പോവാണ്. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാനാ, അടിപൊളിയായി. ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ്. ഇപ്പൊ അവിടെ നമ്മൾ താഴ്ന്ന് ഇറങ്ങും, കേറുമ്പോ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്ര തണുപ്പ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. നല്ല കാറ്റുണ്ട്, നല്ല കാറ്റ്, അടിപൊളി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇന്നിട്ട് വേണം അബുദാബി പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി കഴിക്കാനും ആഗ്രഹം. പക്ഷെ കിട്ടിയത് നെയ്ച്ചോറാണ്. നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കനും നാടൻ ചിക്കൻ കറിയും ബീഫൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കഴിച്ചിറങ്ങി നേരെ അബുദാബി പോവാണ്. അത്ര ടയേർഡാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സി യു, ബൈ.